അരിക്കൊമ്പന്റെ ദൗത്യമേറ്റെടുത്ത ചക്കക്കൊമ്പൻ. അരി തേടിയുള്ള യാത്ര ചക്കക്കൊമ്പനും തുടങ്ങിയതോടെ ഭീതിയിലാണ് ശാന്തമ്പാറ ചിന്നക്കനാൽ പ്രദേശത്തെ ജനങ്ങൾ. അരിക്കൊമ്പൻ 11 തവണ തകർത്ത റേഷൻ കട ഇടിച്ചാണ് ചക്കക്കൊമ്പന്റെ തുടക്കം. ഇതിന് പിന്നാലെ 301 കോളനിയിലെ വീടും തകർത്തു. ചക്കക്കൊമ്പനെ കൂടാതെ 19 കാട്ടാനകളാണ് പന്നിയാറിലും പരിസര പ്രദേശത്തുമായി തമ്പടിച്ചിരിക്കുന്നത്. ഏക്കർ കണക്കിന് കൃഷിനാശവും മനുഷ്യജീവനും നഷ്ടമായിട്ടും കാട്ടാന പ്രതിരോധവും നഷ്ടപരിഹാര വിതരണവും സർക്കാരിന്റെ പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. അരിക്കൊമ്പൻ വലിയ പ്രതിസന്ധിയായിരുന്ന ഘട്ടത്തിൽ ഇവിടെ നിന്നും അരിക്കൊമ്പനെ പിടിച്ചു മാറ്റുമ്പോൾ അതിലേറ്റവും കൂടുതൽ ആശ്വാസവും സന്തോഷവും ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു, ഈ പന്നിയാർ റേഷൻ കടയുടെ ഉടമയായിട്ടുള്ള ആൻ്റണി ചേട്ടൻ. പക്ഷേ ഇപ്പം ഈ അരിക്കൊമ്പൻ പോയതിന് ശേഷം ഇതിന് ഫെൻസിംഗ് ഒക്കെ ഇട്ട് വലിയ ആശ്വാസത്തിലിരിക്കുമായിരുന്നു. പക്ഷെ അന്നേരമാണ് ചക്കക്കൊമ്പൻ ഇറങ്ങിയിരിക്കുകയാണ്. അരിയെടുക്കുക, കട പൊളിക്കുക എന്നുള്ള രീതിയിലേക്ക് ഏതാണ്ട് 12 തവണയാണ്, 12ാമത്തെ തവണ ചക്കക്കൊമ്പനാണ് കട പൊളിച്ചിരിക്കുന്നത്. എന്നാലും ആൻ്റണി ചേട്ടൻ നമ്മോടൊപ്പം ഉണ്ട്. വലിയ ആശ്വാസവും സന്തോഷവും ഒക്കെ ആയിരുന്നു അരിക്കൊമ്പൻ പോയപ്പോൾ, അല്ലേ? അതെ, അരിക്കൊമ്പൻ പോയതോടുകൂടി നമ്മൾ കുറേ കാലമായിട്ട് കുറേ ആശ്വാസത്തിലായിരുന്നു. തന്നെയല്ല, വനംവകുപ്പ് നമുക്കിവിടെ ഫെൻസിങ് എല്ലാം പണിത് തന്നിട്ടുണ്ടായിരുന്നു. ഇവ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ ഫെൻസിങ്ങിൻ്റെ പുറമെ നിന്ന് ഒരു കൊടി മരം പിഴുതെടുത്തിട്ട് ഫെൻസിങ് തടുത്തിട്ടാണ് അകത്തോട്ട് കയറിയത്. അപ്പോൾ ഫെൻസിങ്ങിനും ഒരു സുരക്ഷ കിട്ടാത്തൊരവസ്ഥയായില്ലെന്ന് നോക്കി ഞാൻ. ഇപ്പം ഇങ്ങനെ ഒരു രീതിക്ക് ഇവിടെ റേഷൻ കടയായിട്ട് മുന്നോട്ട് പോകുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അവൻ വീണ്ടും വരും. അന്ന് തന്നെ വൈകിട്ട് അവൻ 2-3 പ്രാവശ്യം ഇവിടെ വരികയും ആറാട്ട് സംഘാനത്ത് എടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ മേഖലയിൽ അതിപ്പോൾ റേഷൻ കടയായിട്ട് പ്രവർത്തിച്ച് ആ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ ഇച്ചിരി പാടായിരിക്കും. കാരണം ഇതൊരു ശീലമാക്കും. അരിക്കൊമ്പൻ്റെ അടുത്തൊരു ഇതായിട്ടാണ് ഇപ്പോൾ ചക്കക്കൊമ്പൻ ഇറങ്ങിയേക്കുന്നത്. ഇപ്പോൾ RRTയെ വിളിക്കാം, അവർ വരുന്നുണ്ട്, അവർ ഹെൽപ്ഫുള്ളാണ്. പക്ഷേ അവരെ എപ്പോഴും നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. ഡാമിൻ്റെ അപ്പുറത്ത് നിന്ന് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് കടന്നു വരാം. പിന്നെ ഈ സ്ത്രീ അടിച്ച ശേഷം വന്ന് ഇപ്പോൾ 2 ദിവസം മുമ്പ് RRT ഇവിടെ വന്ന് ആണയെ ഓടിക്കാനും വയ്ക്കാനും ചെയ്തായിരുന്നു. അപ്പോൾ ആണ പോയി. പിന്നെ എപ്പോൾ വരുന്നുള്ളത് പറ്റിയ ഇപ്പോൾ ഫെൻസിങ് ഇട്ടിട്ടും ഇച്ചിരി സുരക്ഷ ഇല്ല എന്നുള്ളതാണ് നമ്മൾ പറയാനുള്ളത്. ഈ പ്രദേശത്തെ ആളുകൾക്ക് യാതൊരു വിധമായിട്ടുള്ള സുരക്ഷിതത്വവും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. കാരണം എസ്റ്റേറ്റ് മേഖലയാണെങ്കിൽ പോലും ഈ എസ്റ്റേറ്റ് ലൈൻസിന് ഫെൻസിങ് ഇടുകയോ കിടങ്ങുകൾ നിർമ്മിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളികൾ സ്വാഭാവികമായിട്ടും ഭീതിയോടെയാണ് കഴിഞ്ഞുകൂടുന്നത്. പരിമളം എന്ന് പറയുന്ന തോട്ടം തൊഴിലാളി സ്ത്രീയെ കാട്ടാന കൊലപ്പെടുത്തിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാം 10 ലക്ഷം രൂപ ധനസഹായം നൽകും എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പോലും അതൊന്നും പ്രായോഗികമായി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പേരെങ്ങനെയാ? എൻ്റെ പേര് പ്രകാശ്. മോണ. നഷ്ടപരിഹാര തുകയൊക്കെ കിട്ടി 50,000 മാത്രം കിട്ടിയിട്ടുണ്ട്. ബാലൻസ് കിട്ടിയില്ല. രാവിലെ നമുക്ക് കാണാം, രാവിലെ ഏകദേശം 7 മണി 7:30 ആകുമ്പോൾ ആൾക്കാർ പണിക്ക് ഇറങ്ങുന്ന സമയത്തിലാണ് ആണയും സഞ്ചരിക്കുന്നത്. അപ്പോൾ അതിലാണ് ഇപ്പോൾ പ്രശ്നം. തൊഴിലാളിക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. അതാണ് വലിയ ബുദ്ധിമുട്ട്. ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ട് 301 ഒരു വീടും കൂടെ പൊളിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു സുരക്ഷിതത്വം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായിരുന്നാലും ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടതുണ്ട്. അതിന് കൃത്യമായ ശാസ്ത്രീയമായ പഠനവും പദ്ധതികളും തയ്യാറാക്കി അടിയന്തരമായി നടപ്പിലാക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ പന്നിയാറിലെ അടക്കം സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് S. ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.